സെവൻസ് ഗോൾഡൻ ഡയമണ്ട്സ്, എരമല്ലൂർ, വടതല. കൊച്ചിയിലെ കുടിവെള്ളക്ഷാമം അടിയന്തര നടപടി വേണമെന്ന് മുഹമ്മദ് ഷിയാസ് എംഎൽഎ. പശ്ചിമ കൊച്ചിയിലെ രൂക്ഷമായ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുഹമ്മദ് ഷിയാസ് എംഎൽഎ നിയമസഭയിൽ സബ്മിഷൻ ഉന്നയിച്ചു. സർ, കൊച്ചിയിലെ കുടിവെള്ളക്ഷാമം അതിരൂക്ഷമാണ്. പശ്ചിമ കൊച്ചിയിൽ പ്രത്യേകിച്ചും കരുവേലിപ്പടി, പള്ളുരുത്തി, തോപ്പുംപടി പ്രദേശത്ത് 50 MLD വെള്ളമാണ് ആവശ്യമായിട്ട് വരുന്ന ഒരു ദിവസം. ലഭിക്കുന്നത് ആകെ 35 MLD വെള്ളം. 15% കുറവുള്ളത്. കുമ്പളങ്ങി പഞ്ചായത്ത് ലഭിക്കേണ്ടത് 9 MLD വെള്ളമാണ്. അവിടെ ലഭിക്കുന്നത് 5 MLD വെള്ളമാണ്. 4 MLD വെള്ളം ലഭിക്കുന്നില്ല. ചെല്ലാന പഞ്ചായത്തിൽ 10 MLD വെള്ളമാണ് ആവശ്യം. അവിടെ ലഭിക്കുന്നത് ആകെ 6 MLD വെള്ളമാണ്. ഈ വെള്ളം ലഭിച്ചാൽ തന്നെ പഴയ പൈപ്പുകളാണ്. ജലവിതരണത്തിലെ നഷ്ടം 40% ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ വൈദ്യുതി തടസ്സമുണ്ട്. ഇത് പമ്പ് ചെയ്യുന്ന പാഴൂരും അതുപോലെ തന്നെ മരട്ടിലും ആലുവയിലും ഒക്കെ വൈദ്യുതി മുടങ്ങിയാൽ പിന്നെ അവിടുന്ന് വെള്ളം വരുന്നില്ല. അപ്പൊ ഈ ടൈലൻഡിലൊക്കെ വരുമ്പോ ഈ പറയുന്ന ദിവസങ്ങളിൽ പോലും വെള്ളം കിട്ടാത്ത അവസ്ഥയാണ്. അതുപോലെ ജലചൂഷണമുണ്ട്. മോട്ടോർ വെച്ച് ഈ പൈപ്പുകളിൽ നിന്ന് നേരിട്ട് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പൊ ഈ ഏറ്റവും അവസാനമുള്ള പ്രദേശങ്ങളിലൊന്നും വെള്ളം കിട്ടാത്ത അവസ്ഥയാണ്. അപ്പോ ഒരാഴ്ചയിൽ 2000 രൂപ കൊടുത്ത് 3-4 ടാങ്കർ വീടുകളിലേക്ക് അടിക്കേണ്ട അവസ്ഥയാണ്. ജാറുകളിലെ വെള്ളം, കുടിക്കാനുള്ള വെള്ളം വേറെയും വാങ്ങിക്കണം. എത്ര ദുരവസ്ഥയാണ് സാർ. ഇതിനൊരു മാറ്റം വരണ്ടേ? സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇത്ര നാളായി. ഈ കൊച്ചി പോലെയുള്ള മണ്ഡലത്തിൽ വെള്ളം കിട്ടാതെ ജനങ്ങൾ ദുരിതപൂർണമായ സാഹചര്യമാണ്. പദ്ധതികൾ കൊണ്ടുവരും, 10-15 വർഷമായി പദ്ധതികൾ കൊണ്ടുവരും, അത് മാറ്റിവെക്കും. ഈ പദ്ധതികളൊന്നും നടപ്പില്ല. 10 വർഷക്കാലത്തിനിടയ്ക്ക് ഒരു തുള്ളി വെള്ളം പോലും കൂടുതൽ കൊടുത്തിട്ടില്ല. ഇപ്പൊ കേരള അർബൻ വാട്ടർ സർവീസ് ഇംപ്രൂവ്മെന്റ് പ്രോജക്ടിന്റെ പദ്ധതിയുണ്ട്, അത് നടപ്പിലാക്കിയിട്ടില്ല. അത് നടപ്പിലാക്കണം. MG റോഡിൽ നിന്ന് പൈപ്പ് മാറ്റിയിടാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയുണ്ട്, അതും നടപ്പിലാക്കിയിട്ടില്ല. അതുപോലെ കുമ്പളങ്ങി പ്രദേശത്തേക്ക് പൈപ്പ് മാറ്റിയിടാനുള്ള പദ്ധതിയുണ്ട്. അതുപോലെ ചെല്ലാനത്തേക്ക് പുതിയ പൈപ്പ് ലൈൻ സ്ഥാപിക്കാൻ, ഇതെല്ലാം വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥന്മാർ അതിന്റെ എസ്റ്റിമേറ്റും കാര്യങ്ങളെല്ലാം സർക്കാരിൽ സമർപ്പിച്ചിട്ടുണ്ട്. അതിന് ഭരണാനുമതി ഒരു സ്ഥലത്തും ലഭിച്ചിട്ടില്ല സർ. അതുപോലെ തന്നെ ആലുവയിൽ നിന്ന് ഇപ്പൊ 190 MLD കുടിവെള്ള പദ്ധതിയുടെ പുതിയ പദ്ധതിയുടെ പ്രവർത്തനം നടപ്പിലാക്കുമെന്ന്, അത് സമയബന്ധിതമായി, അത് ഉടനെ ആരംഭിച്ച് സമയബന്ധിതമായി അത് പൂർത്തീകരിക്കണം. മരട് പ്ലാന്റിന്റെ ശേഷി വർദ്ധിപ്പിക്കണം. അമൃത് 2-ൽ നിന്ന് ഒഴിവാക്കപ്പെട്ട പദ്ധതികളുണ്ട്. അതിന്റെ മീറ്റിംഗ് ഇപ്പോൾ ഉടനെ മന്ത്രിയുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഇപ്പൊ അതിന്റെ മീറ്റിംഗ്, സ്പെഷ്യൽ മീറ്റിംഗ് കൂടി വിളിച്ചു ചേർക്കുകയാണ്. സർ, ഈ പ്രവർത്തനങ്ങളൊക്കെ സമയബന്ധിതമായി പൂർത്തീകരിച്ചില്ലെങ്കിൽ ഇവിടെ മുഖ്യമന്ത്രി നേരത്തെ സൂചിപ്പിച്ചതുപോലെ 1 കൊല്ലം കൊണ്ടോ 2 കൊല്ലം കൊണ്ടോ തീർക്കേണ്ട പദ്ധതി 20 കൊല്ലം കൊണ്ട് തീർത്താൽ 1 കോടി രൂപക്ക് തീരേണ്ടത് പിന്നീട് തീരുന്ന 200 കോടി രൂപയ്ക്കാണ് സാർ. ഇത് മുഖ്യമന്ത്രി ഇത് പറയുകയും ഇത് ഈ സർക്കാരിന്റെ നേതൃത്വത്തിൽ ഇത് സമയബന്ധിതമായി മന്ത്രിമാരും ഉദ്യോഗസ്ഥന്മാരും നടപ്പിലാക്കാൻ ശ്രമിച്ചില്ലെങ്കിൽ ഇത് പഴയ പടി തന്നെയായിരിക്കും ആവർത്തിക്കാൻ പോവുക. അതുകൊണ്ട് ഇത് സമയബന്ധിതമായി തീർക്കാനുള്ള നടപടി മന്ത്രിയുടെ. അദ്ദേഹം ചൂണ്ടിക്കാണിച്ച കൊച്ചി മണ്ഡലത്തിലെ രൂക്ഷമായ കുടിവെള്ളക്ഷാമം തീർച്ചയായിട്ടും ആവശ്യത്തിനുള്ള വെള്ളം കൊടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് വസ്തുതയാണ്. പശ്ചിമ കൊച്ചിയിൽ 50 MLD വെള്ളം ആവശ്യമുള്ളിടത്ത് 36 MLD ആണ് കൊടുക്കാൻ കഴിയുന്നത്. ചെല്ലാനം 10 MLD ആവശ്യമുള്ളിടത്ത് 3.5 മാത്രമേ കൊടുക്കാൻ കഴിയുന്നുള്ളൂ. കുമ്പളങ്ങി ഭാഗത്ത് 9 MLD ആവശ്യമുള്ളിടത്ത് 3.5 MLD വെള്ളം മാത്രമേ കൊടുക്കാൻ കഴിയുന്നുള്ളൂ. അതിരൂക്ഷമായ സാഹചര്യങ്ങൾ അവിടെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു എന്നുള്ള വസ്തുതയാണ്. അതിനുവേണ്ടി ആവിഷ്കരിച്ച പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് ഗൌരവമുള്ള പ്രശ്നം തന്നെയാണ്. ഇതിൽ ADB സഹായത്തോടുകൂടി 190 MLD പുതിയ പ്ലാന്റ് സ്ഥാപിക്കാനുള്ള പദ്ധതിയാണ് പരിഹാര മാർഗമായി വെച്ചിട്ടുള്ളത്. അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ ത്വരിതപ്പെടുത്തുന്നതാണ്. തീർച്ചയായിട്ടും ഇന്നലെ സന്ദർശനിക്കൽ പ്രമേയത്തിൽ പറഞ്ഞതുപോലെ കൊച്ചിയുമായി ബന്ധപ്പെട്ടുള്ള കുടിവെള്ള പ്രശ്നങ്ങൾക്ക് ബന്ധപ്പെട്ട എല്ലാ MLA-മാരുടെയും സാന്നിധ്യത്തിൽ പ്രത്യേകമായി യോഗം വിളിച്ചു ചേർത്ത് നടപടികൾ ത്വരിതപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കും. ശ്രീ മുഹമ്മദ് ഷിയാസ് ചൂണ്ടിക്കാണിച്ച പ്രശ്നങ്ങൾ പ്രത്യേകമായി സർക്കാർ ഇടപെട്ട് പരിഹരിക്കാൻ ശ്രമിക്കുന്നതാണ്. പശ്ചിമ കൊച്ചിയിൽ കരുവേലിപ്പടി, പള്ളുരുത്തി, തോപ്പുംപടി പ്രദേശത്ത് 50 MLD വെള്ളമാണ് ആവശ്യമുള്ളത്. എന്നാൽ ലഭിക്കുന്നത് 35 MLD വെള്ളമാണ്. 15% വെള്ളത്തിന്റെ കുറവാണ് ഒരു ദിവസം ഉണ്ടാവുന്നത്. കുമ്പളങ്ങി പഞ്ചായത്തിൽ ലഭിക്കേണ്ടത് 9 MLD വെള്ളമാണ്. എന്നാൽ അവിടെയും ലഭിക്കുന്നത് 5 MLD മാത്രമാണ്. ചെല്ലാനം പഞ്ചായത്തിൽ ലഭിക്കേണ്ടത് 10 MLD വെള്ളമാണ്. എന്നാൽ അവിടെ ലഭിക്കുന്നത് 6 MLD മാത്രമാണ്. ഇത്രയും വെള്ളം ലഭിച്ചാൽ തന്നെ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള പൈപ്പുകൾ പലതും പൊട്ടിയതും ലീക്കുള്ളതുമാണ്. ഇതിലൂടെ ഉണ്ടാവുന്ന ജലച്ചോർച്ച 40%. ഇതിനിടയിൽ വൈദ്യുതി ഇല്ലായ്മയും മറ്റും വെള്ളം ലഭ്യമാവുന്നതിന് തടസ്സമാവുന്നുണ്ട്. ഇതിനെല്ലാം പരിഹാരം കണ്ട് ജലവിതരണം ഈ പ്രദേശങ്ങൾക്കെല്ലാം ആവശ്യമാവുന്ന രീതിയിൽ